ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. എന്താ അവൾക്ക് പതിവില്ലാത്തൊരു സന്തോഷം? അവള് സന്തോഷിക്കുന്നതാണ് നിനക്ക് പ്രയാസം അല്ലേ? എന്നാ പിന്നെ അവളോട് ചെന്നിട്ടൊന്ന് പറ, എടേ ഒന്ന് സങ്കടപ്പെടൂന്ന്. അതെ, അവൾ അമ്മയാവാൻ തയ്യാറെടുക്കുന്ന ഒരു പെണ്ണ. അവൾ ഏത് നേരത്തും ചിരിച്ച മുഖത്തോടെ ഇരിക്കണമെന്ന എന്റെ ആഗ്രഹം. പിന്നെ അവൾക്ക് നല്ല ഉപദേശമൊന്നും അല്ലല്ലോ അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ കൊടുക്കുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ എത്തിയോ? വലിയ സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? കൊറേ നാളായി ഒരുത്തനും കൂടി മനുഷ്യന്റെ ജീവൻ എടുത്ത് കളിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് ശരിക്കും ജീവൻ എടുത്തു ഒരുത്തിയുടെ. നിന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അതായിരിക്കും കാരണമൊന്നും. മേഘേട്ടൻ വിളിച്ച് എന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് രാത്രിയില ആ ചടങ്ങ്, അവളുടെ ചിത കൂട്ടുന്ന ചടങ്ങ്. പോലീസ് അന്വേഷണമൊക്കെ മുറ പോലെ നടക്കും. നമ്മൾ വളരെ കരുതലോടെ ഇരിക്കണം. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ ഉണ്ണിയേട്ടാ. നമുക്കതിൽ ഒരു പങ്കുമില്ല. പിന്നെ ഇതിലൊക്കെ പങ്കാളിയായവരെ നമ്മൾ സഹായിക്കണം. അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഓടിയ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നെ അമ്മാവനെ തരം താഴ്ത്തിയപ്പോ തന്നെ അവരുടെ പുക കാണണമെന്ന് ഞാൻ കരുതിയതാ. ഇനി നമുക്ക് ചിലപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടിയൊക്കെ വന്നേക്കാം. കാല് നേരെയൊക്കെ പോയ ആള് തിരിച്ചു വരുമ്പോ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. ഇനി പുറത്തു പോയാലും കുഴപ്പമില്ല, അയാളുടെ ജീവിതം അസ്തമിച്ചല്ലോ. അതെ, പിന്നെ സ്വത്തെല്ലാം ഏതെങ്കിലും അനാഥാലയത്തിന് എഴുതി വെക്കുന്നതിന് മുമ്പേ അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും. അതിനുശേഷം അധികാരത്തോടു കൂടി നമുക്ക് ഈ വീട്ടിലേക്ക് തിരിച്ചു വരാനും പറ്റും. അതുവരെ നമുക്ക് നമ്മുടെ മുത്തശ്ശിയുടെ വീട്ടിൽ പോയി നിൽക്കാം. അമ്മയും കൂടെ പോരട്ടെ. അവിടെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ എന്ന് മാത്രല്ല, ഇപ്പൊ ഏത് നേരവും മുത്തശ്ശി എന്റെ വീട്ടിലായതുകൊണ്ട് ആ വീട് അടച്ചിട്ടിരിക്കുക. അതൊരു വലിയ വീടാണല്ലോ. പിന്നല്ലാതെ. അതുപോലെ തന്നെ ലക്ഷ്മി പോയി കഴിഞ്ഞാൽ എന്റെ വീടും എനിക്കുള്ളത് തന്നെയാ. പിന്നെ നമ്മൾ എല്ലാ അർത്ഥത്തിലും മനസ്സമാധാനത്തോടെ ജീവിക്കും ഉണ്ണിയേട്ടാ. അച്ഛനാണെങ്കില് ഭയങ്കര സന്തോഷത്തില. വീൽ ചെയറിലിരിക്കുന്ന അച്ഛനെ കാണാൻ ഭർത്താവിനെയും കൂട്ടി വന്നവളാ ലക്ഷ്മി. പിന്നെ അവള് പോയ വാർത്ത അച്ഛനെയും മുത്തശ്ശിയൊക്കെ സന്തോഷിപ്പിക്കാതിരിക്കോ? ഇത് നിന്റെ അമ്മയൊന്നും അറിഞ്ഞില്ലേ? ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ള പരാതിയായിട്ട് നടക്കുക. ഇനി ചോദ്യങ്ങളുടെ എണ്ണം കൂടുന്നതിന് മുൻപ് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നതാ. ഈ പ്രായത്തില് അവളെ ജാതകപ്രകാരം ഒന്ന് സൂക്ഷിക്കണമെന്ന് ജോത്സ്യര് പറഞ്ഞതായിട്ട് അമ്മയിടയ്ക്ക് പറഞ്ഞിരുന്നു. അവളുടെ ആയുസ് ഇത്രേ കാണൂ. ആ സമയത്ത് അവൾക്ക് പോകാൻ ഒരു കാരണം ഉണ്ടായിരിക്കുക. ഇതിനെ അങ്ങനെ കണ്ടാ മതി.